കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ കമ്പത്തെ മുന്തിരിത്തോട്ടങ്ങൾ സഞ്ചാരികളെ കൊണ്ട് നിറയുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് മുന്തിരിത്തോട്ടങ്ങൾ കാണാനെത്തുന്നത്. കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം മുന്തിരി വൈനും ജാമുമൊക്കെ വാങ്ങിയാണ് കമ്പത്തെത്തുന്നവർ മടങ്ങുന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് സഞ്ചാരികൾ കമ്പത്തേക്ക് എത്തുന്നത്. മൂപ്പെത്തി പഴുത്ത് വിളവെടുപ്പിന് പാകമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ കാഴ്ചക്കാർക്ക് കൗതുകമാവുന്നു. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന കമ്പത്തെ മുന്തിരിത്തോട്ടങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. കറുത്ത പനീർ മുന്തിരിയാണ് കമ്പത്തെ തോട്ടങ്ങളിലെ പ്രധാന കൃഷി. സ്വാദിനൊപ്പം ആരോഗ്യപരമായ ഗുണങ്ങളും പനീർ മുന്തിരിക്കുണ്ട്. വർഷത്തിൽ 2 തവണ പ്രധാന വിളവെടുപ്പും 1 തവണ ഇടവിളവെടുപ്പും നടത്തും. வருஷத்துக்கு 3 சீசன் எடுப்போம். வெயில் காலத்துல பிரச்சனை இல்லை, மழை காலத்துல கொஞ்சம் சீக்கடிக்கும், மருந்து அடிச்சுக்கிடுவோம். அதெல்லாம் ஒன்றும் பிரச்சனை இல்லை. வருஷத்துல 3 സീസൺ நல்லா இருக்கும். നമ്മള് പിന്നെ പല റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു മുന്തിരി പാടവും അതുപോലെ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടത്തോടെ കാണുന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കുറച്ച് ചൂട് കൂടുതലാണ്, പക്ഷെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് കുറവാണ്. എങ്കിലും നല്ല എക്സ്പീരിയൻസ് ആണ്. തണുത്ത കാറ്റുണ്ട്. മൂന്നാറിന്റെ കറക്റ്റ് വൈബ് കിട്ടിയില്ലെങ്കിലും ഈ ചൂടിന് നമുക്കൊരു ആശ്വാസമാണ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലവും പശ്ചിമഘട്ട താഴ്വരയിലെ പ്രത്യേക കാലാവസ്ഥയുമാണ് കമ്പത്തെ മുന്തിരിയുടെ നാടാക്കി മാറ്റുന്നത്. അവധിയായതോടെ മുന്തിരിത്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്ക് ആരംഭിച്ചു. പാടങ്ങളിൽ നേരിട്ട് പോയി മുന്തിരി പറിക്കാനും ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കാനും മിക്ക തോട്ടങ്ങളിലും സൗകര്യമുണ്ട്. കൂടാതെ മായം കലരാത്ത മുന്തിരി വൈൻ, ജാം എന്നിവയും ഇവിടെ നിന്ന് വാങ്ങാം. ന്യൂസ് മലയാളം, ഇടുക്കി.